Hi everyone, this is Lakshmi and I'm here at East Tea Spill the Tea by Social PR. So Adiyate, we are gonna play What's Your Outfit Worth? So this dress, I got it online and എനിക്ക് floral prints ഭയങ്കര ഇഷ്ടമാണ്. So you can spot me wearing ഇങ്ങനത്തെ dress കുറേ. And so it's worth around 2K. Yeah, 2000 something ആയിരുന്നു. And earrings I borrowed it from my sister. I think it's from H&M, maybe around 700. And ഇത് ഒരു മാലയാണ്. I thought മാല ഇട്ടപ്പോൾ എനിക്ക് ഇച്ചിരി match ആവാത്ത പോലെ തോന്നി. So I thought I'll wear it on my hand. And this is around 800. And this ring, this is my engagement ring. And this ring എൻ്റെ ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്തതാണ്. So I think ഇതിൻ്റെ രണ്ടിൻ്റെ value, it goes beyond ഒരു specific price. So I'm not going to say that. Yeah, so I think I covered everything and that's it. And the next segment is Never Have I Ever. ഞാൻ first time ആണ് ഇത് on camera play ചെയ്യുന്നത്. And every time my answer is yes, I'll have to take a sip of my iced tea. Yes, I've actually received a gift, പക്ഷേ ഇത് strange ആയിട്ടുള്ള gift ഒന്നുമല്ല. For my birthday, I've received cards, I've received flowers. It's very sweet, so I've received that. So yes. So ഇത് ട്രൂ ആയിരുന്നു മുമ്പ് when I was living with my parents. ഞാനിങ്ങനെ ഏൺ ചെയ്യുന്ന പൈസയൊക്കെ വെച്ച് ഞാൻ കുറേ ഷോപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യമല്ല ഒരു 3-4 പ്രാവശ്യം ആലോചിച്ചിട്ട് എന്തെങ്കിലും വാങ്ങിക്കാറുള്ളൂ. സോ ഇപ്പം ഇല്ല. മുമ്പ് യെസ്. യെസ് ഓഫ് കോഴ്സ് എപ്പോഴും ക്രേവ് ചെയ്യാറുണ്ട്. യെസ്. നോ നോട്ട് റിയലി. ഞാൻ ഫോട്ടോഷൂട്ട്സിന് മുമ്പൊക്കെ അവരായിട്ട് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഏതൊക്കെ ഔട്ട്ഫിറ്റ്സ് എന്ന് ചോദിക്കാറുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. യെസ്, ഫോർ മൈ പാജൻസ്, ഫോർ ഫാഷൻ ഷോസ് എല്ലാം ഞാൻ എക്സ്ട്രീംലി ഹൈ ഹീൽഡ് സാൻഡൽസ് അല്ലെങ്കിൽ സ്റ്റിലെറ്റോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പാജൻസിനൊക്കെ മുമ്പ് ഐ മേക്ക് ഷുവർ ഐ വെയർ ദം, ഐ എം വെരി കംഫർട്ടബിൾ ഇൻ, അങ്ങനെയൊക്കെ മേക്ക് ഷുവർ ചെയ്തിട്ടേ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. So I started my fitness journey after my college. I wanted to go for Miss India and അതിന് you have to look a certain way. So for that, I really need to be fit. അപ്പം ആദ്യം തന്നെ I joined a Zumba class. അതിൻ്റെ റിലേറ്റീവ് ആണ് എടുത്തിരുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. അവിടെ പോയപ്പോൾ I started losing weight. പക്ഷേ I felt that I was looking very unhealthy. അങ്ങനെയാണ് I joined the gym and started weight training. And I would tell you all to do that. അതായത് no matter what your age is, you should always start doing weight training. And ഇപ്പോൾ ഞാനിവിടെ ഒരു നല്ലൊരു ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. And it's not just for my physical health, it's also for my mental health. My gym is a happy space for me and I feel stronger mentally and physically. So as an influencer, no. ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ബ്രാൻഡ്സ് ഒക്കെ ചൂസ് ചെയ്യാറ്. ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ഐ എം വെരി റെസ്പോൺസിബിൾ ആസ് എൻ ഇൻഫ്ലുവൻസർ വെൻ ഐ വർക്ക് വിത്ത് എ ബ്രാൻഡ്. പക്ഷേ മോഡലിംഗ് ഐ ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ ഓൾമോസ്റ്റ് 6 years or more than that. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡായിട്ടെന്നല്ല, മേ ബി ഐ വർക്ക് വിത്ത് എ ടീം. അത് മേ ബി പിക്ചേഴ്സ് വരുമ്പോൾ എനിക്ക് അത്രയും ആ പിക്ചേഴ്സ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഫോട്ടോസ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അത്രയും കംഫർട്ടബിൾ അല്ലാത്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയറിനേക്കാളും കൂടുതലായി. ആൻഡ് ഐ വുഡ് സേ എനിക്ക് അങ്ങനെ ഒരു മെമ്മറബിൾ മൊമെൻ്റ് ആയിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഒരിക്കലും മോഡലിംഗ് അല്ലാണ്ട് വേറൊരു പ്രൊഫഷൻ ഇത്രയധികം ഇഷ്ടപ്പെടും, ഇത്രയധികം പാഷനേറ്റ് ആയിട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. സോ അതുകൊണ്ട് ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്തത് തന്നെ ടു മീ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ടേണിംഗ് പോയിന്റ് ഇൻ മൈ കരിയർ. So for me, it has to be the one I worked for Miss India. That was a dream come true moment for me. So it has to be that. അങ്ങനത്തെ ഇഷ്ടംപോലെ ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളൊരു ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ തന്നെ ആദ്യം ചോദിക്കുക ചായ കുടിക്കാൻ പോയാലോ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ചായ കുടിക്കാം, അങ്ങനെ നമ്മളെപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റൻ ആണ്. ആൻഡ് എനിക്ക് സ്പെഷ്യലി എൻ്റെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനത്തെ കുറേ റിലേഷൻഷിപ്സ് ഓവർ എ കപ്പ് ഓഫ് ടീ ബിൽഡ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോഷ്യൽ PR and East Tea for this hamper.